എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അങ്ങനെ ആണോ പെണ്ണോ സ്വത്തില്ലാത്തോ മുതലില്ലാത്തോ ഭംഗിയില്ലാത്തോ ഒന്നും എനിക്ക് വ്യത്യസ്തതയില്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളിയോ അതിലെന്തെങ്കിലും ഒരു മുതലെടുപ്പോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. നമസ്കാരം, റിയൽ വൺ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. മനുഷ്യത്വത്തിൻ്റെ പ്രതീകം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചേച്ചി, എല്ലാ പ്രവർത്തനങ്ങളിലും സജ്ജമായ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിനെ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ദേവി ചേച്ചി. എല്ലാവരും ദേവി ചേച്ചി എന്നാണ് വിളിക്കണം. ചേച്ചി എന്താ ചെയ്യണേ? ഞാൻ ഇപ്പോൾ ടൈലറിങ് ഷോപ്പ് ചെയ്യാണ്, നടത്തുകയാണ്. 10-12 വർഷമായി ഇപ്പോൾ ചെയ്യണം. ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ബിസിനസ്സായിരുന്നു. ഒരു 10-30 വർഷമായി ഞാൻ പട്ടാമ്പിയായിട്ടാണ്. ഞങ്ങൾ കൈപ്പുറം തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം ഓലഞ്ചേരി കിഴക്കേപ്പാട്ടാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി. അപ്പോൾ ഹസ്ബൻഡ് ബിസിനസ്സായിരുന്നു, സ്ഥലം വണ്ടി അങ്ങനെ കുറേ ബിസിനസ്സുകളായിരുന്നു ആൾക്ക്. അതിൻ്റെ കൂടെയായിരുന്നു ഞാനും ചെയ്തിരുന്നത്. ഹസ്ബൻഡ് മരിച്ച് 10-14 വർഷമായപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറച്ച് പൊതുപ്രവർത്തനങ്ങളൊക്കെ പബ്ലിക്കാക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ആരോടും പറയാറില്ല. അപ്പോൾ കുറച്ച് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവരെ സഹായിക്കുക. പൈസ ഉള്ളവർക്ക് നമുക്ക് എന്തും നേടാൻ പറ്റും, പൈസ ഇല്ലാത്തവർക്ക് ഒന്നും നേടാനില്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കട്ടിലാണ് ആശ്രയം, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കലാണ് അവർ ആശ്രയം. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ എൻ്റെ ഹസ്ബൻഡ് തയ്യാറായിരുന്നു. അതുപോലെ ഹസ്ബൻഡ് എൻ്റെ ഒരു മോട്ടിവേഷനാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ചേച്ചി റെയിൽവേ ട്രാക്കിലുണ്ടായിരുന്ന ആക്സിഡൻറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ ചേച്ചി ഭയങ്കര സജീവമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് എല്ലാവർക്കും സൗകര്യപൂർവ്വം പോകാൻ പറ്റുന്ന രീതിക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ചെടുക്കുകയാണെങ്കിൽ അതിലും ചേച്ചി ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ചേച്ചിയായിരുന്നു. എങ്ങനെയാണ് ഇതിനുള്ളൊരു ഊർജ്ജം കാര്യങ്ങളൊക്കെ കിട്ടണേ? ഊർജ്ജം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ എല്ലാവരും മടിച്ചു നിൽക്കുന്നത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ആവുക, അതല്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലാതെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത്, പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ഭാഗത്ത് വീണ് കിടന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഒരു പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അവരേനെ ഒന്ന് പിടിച്ചണിപ്പിച്ചൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ ട്രാഫിക്കിൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ പോലീസുകാർ പിന്നെ വേണ്ടാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ല ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ എന്താ വരിക അറിയോ, ട്രാഫിക് ബ്ലോക്കായാൽ ഒരു ആംബുലൻസ് വന്നാൽ അതിൽ കിടക്കുന്ന രോഗി, പിന്നെ അതേപോലെ ഓടിക്കുന്ന ഡ്രൈവർ, അയാളൊരു മനുഷ്യൻ, അയാളുടെ വിചാരം എന്താ, ഞാൻ പോകുന്ന വഴി ജനങ്ങളെ എനിക്ക് ക്ലിയർ ആക്കി തരുന്നുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാണ് ഒരു ആംബുലൻസ് ഡ്രൈവർ പോകുന്നത്. അപ്പോൾ അതിൽ കിടക്കുന്ന ഒരു രോഗി, എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ പല സ്ഥലത്ത് പല ആക്സിഡൻറ്റിൽ പല രോഗികളേനും വഴിയിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ബ്ലോക്കായിട്ട് അവർക്ക് പല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ആ വണ്ടി അങ്ങോട്ട് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്കും സൗകര്യമാവും, ഒരു ആംബുലൻസ് വന്ന് അവർക്ക് കൂളായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ, ആ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ട്രാഫിക്കിൽ മെയിനായിട്ട് ഇറങ്ങാറും. പിന്നെ പൊതുജനങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്കൊക്കെ ക്ഷീണമായിട്ട് സ്കൂളിലത്തെ കുട്ടികൾ പോകുന്നുണ്ടാവും, ജോലിക്കാർ പോകുന്നുണ്ട്, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താനുള്ളവരായിരിക്കാം. അപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് നമുക്ക് തീർക്കാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ലേ. ഒരു 100 ആൾക്കാർക്ക് നമ്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടെങ്കിൽ അതൊരു ഗുണമായിട്ട് ചെയ്യുന്നതാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഒരാൾ കുഴഞ്ഞു വീണാൽ ഞാൻ അപ്പോൾ കൊണ്ടുപോകും, എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ആരുടെ അടുത്തെങ്കിലും വാങ്ങിയിട്ട് ചെയ്യും. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നതാണ്. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരും കൂടി അറിഞ്ഞോട്ടെ കണ്ടോട്ടെ എന്നും കൂടിയും, അല്ലാതെ എനിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല, അങ്ങനെ പ്രഹസനം താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ നേർച്ചയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അമ്മയെന്ന് വിളിക്കും, ചേച്ചിയെന്ന് വിളിക്കും, അനിയത്തിയെ വിളിക്കും, എടിയെ വിളിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നേർച്ചയിലായാലും എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അങ്ങനെ ആണോ പെണ്ണോ സ്വത്തില്ലാത്തോ മുതലില്ലാത്തോ ഭംഗിയില്ലാത്തോ ഒന്നും എനിക്ക് വ്യത്യസ്തതയില്ല. എനിക്കെല്ലാം ഏകാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. ജനങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്പലമായാലും പള്ളിയായാലും നേർച്ചയായാലും അത് നല്ലതായിട്ട് പ്രവർത്തിക്കാനാണ് അവർ മെനക്കെടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളിയോ അതിലെന്തെങ്കിലും ഒരു മുതലെടുപ്പോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. ചേച്ചിനെ കുറിച്ച് നമുക്കറിയാം, ചേച്ചി ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ടൈലറിംഗ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീസൺ എന്നില്ല, എല്ലാ സീസണിലും നമുക്ക് വർക്ക് കിട്ടുന്നൊരു പരിപാടി കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ വളരെ ലേറ്റായിട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും. അതേപോലെ പിന്നെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടാവും. അതുപോലെ ചേച്ചി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യണം? അതിന് കണ്ടെത്തുന്ന ടൈം എങ്ങനെയാണ്? നമുക്ക് 24 മണിക്കൂർ എന്നാണ് സമയം കണക്കാക്കുന്നത്. 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലെന്നാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്. അതിൽ നമ്മൾ 12 മണിക്കൂർ ഉറങ്ങാറില്ല, 12 മണിക്കൂർ ജോലിയും ചെയ്യാറില്ല ആരും.
ഞാൻ സമയം കണ്ടെത്തുന്നത് പറയണത് എനിക്ക് 8 മണിക്ക് ഉറങ്ങണമെന്നില്ല, 12 മണിക്ക് ഉറങ്ങണമെന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കും. ഇപ്പം ഞാൻ കടയിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ 2 ബ്ലൗസ് എനിക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ രാവിലെ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്പോട്ടിൽ ഇപ്പം ഇനി പോലീസ് സ്റ്റേഷനാണെങ്കിലോ അല്ലെങ്കിൽ അപകടം കണ്ടാലോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഞാൻ ഇറങ്ങി തിരിച്ച് ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ അവസാനിച്ച് തിരിച്ചു വന്ന് ആ 2 ബ്ലൗസ് എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തുന്നിയിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം. ഊണാണെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഊണ് കഴിച്ചാൽ എനിക്ക് ഉറക്കം വരില്ലൂ, അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് മാറില്ലൊന്നുമില്ല. ഞാൻ 2 മണിക്ക് കിട്ടി വെച്ചാൽ 2 മണിക്കേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ 12 മണിക്ക് കിട്ടിയാൽ ഞാൻ കഴിക്കും. അതല്ലെങ്കിൽ 4 മണിക്ക് കിട്ടി വെച്ചാൽ ഞാൻ കഴിക്കും. എനിക്ക് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, ഒരു രോഗീനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് കണക്കാക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കിടന്നിട്ട് വയ്യാതെ കിടക്കുന്ന ആൾക്ക് ഞാൻ കൊടുത്താൽ, എൻ്റെ മക്കളൊക്കെ അന്യനാട്ടിലാണ്, അവർക്ക് അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ ദൈവം സഹായിക്കും ഏതെങ്കിലും ഒരു വഴിയിൽ. ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് മനുഷ്യന്മാർ. അപ്പം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അത് സമയം ഉണ്ടാക്കുന്നത് നമ്മളാണ്. ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് സമയമുണ്ട്, TV കാണാൻ ആൾക്കാർക്ക് സമയമുണ്ട്, കല്യാണങ്ങൾക്ക് ഒരുങ്ങി പോകാൻ ആൾക്കാർക്ക് സമയമുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പബ്ലിക്കിലെ ജനങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ഒരു ആൾക്കൊരു ഉപകാരം ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കണ്ടിട്ടും ഉണ്ടാവില്ല, അവർ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല, അവർക്കൊരു താല്പര്യമില്ല. അങ്ങനെ ഇതുപോലെ ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ചേച്ചി അങ്ങനെ സജീവമായിട്ട് പോകുന്നുണ്ട്. മൊത്തം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ചെയ്തിട്ടുണ്ടാവും? ഒരു 100 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ബോഡികൾ എടുത്തിട്ടുണ്ട്. 100 ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ 80 100 എടുത്തിട്ടുണ്ടാവും. കുടുംബത്തിലും ബന്ധത്തിലും സ്നേഹത്തിലും ഒക്കെ ആരും ഇല്ലാത്തവരായിട്ടും റോട്ടിൽ നിന്ന് ഇപ്പോൾ അധികം വെച്ചിട്ട് ഇപ്പോൾ ഒരു 8-10 കൊല്ലമായിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 10-20 എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പേ കുറേ എടുത്തിട്ടുണ്ട്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര എടുത്തിട്ടുണ്ട്. ആൾക്കാർ വിശ്വസിക്കും ഇവളത് കുറേ പറയുന്നതായിരിക്കുന്നു. കുടുംബത്തിലും ബന്ധത്തിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രി കിടക്കാൻ ആളുണ്ടാവില്ല, കൂട്ടിരിക്കാൻ ആളുണ്ടാവില്ല. അപ്പം നമ്മളതിനെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു, നമ്മൾ ഈ ബോഡി കൊണ്ടേ അടക്കം ചെയ്യുന്നവരെ നമ്മളവരെ കൂടെ ഉണ്ടാവും. ഇപ്പോഴാണ് നമ്മുടെ ഐവർമഠം, ശാന്തിതീരം അങ്ങനെയൊക്കെ. മറ്റേതൊക്കെ നമ്മൾ പറമ്പിൽ വയ്ക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടിയിരുന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ അന്നൂട്ടായിട്ടുണ്ട്, അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുടുംബത്തിലല്ലാത്ത കുറേ ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ 24/7 ഒരു ഗ്രൂപ്പുണ്ട്, ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് നമ്മുടെ പാലക്കാടിലാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് അവർ നമ്മളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പട്ടാമ്പിയിലുണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ ഓടിയെത്തും. അതേപോലെ നമ്മുടെ നൗഷാദ്, ആംബുലൻസിൻ്റെ നൗഷാദിൻ്റെ സേവനയുടെ അവിടെ ഓടുന്ന കുട്ടിയാണ്. ആ കുട്ടി ഏത് സെക്കൻഡിന് വിളിച്ചാലും ഓടിയെത്തും. നമ്മൾ ഇന്നൊരു ബോഡീനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണേ ഒരു റൺ അവർ നടന്നിട്ടുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിക്കും, ഒരു ആംബുലൻസ് കിട്ടുമോ വെച്ചാൽ നമ്മൾ ഉടനെ എത്തിയിരിക്കും. കാരണം അത് നമ്മളൊരു പൊതുപ്രവർത്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ്. ഒരാൾ മരിച്ചാലാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, മരിക്കുന്നതിൻ്റെ മുമ്പല്ല. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനസ്സാക്ഷിയൊന്നും പറയാത്തത്, ആ ആക്സിഡൻറ്റ് തിരിഞ്ഞു നോക്കിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ തയ്യാറല്ല സമൂഹത്തിൽ. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കിപ്പോഴൊരു സങ്കടം. ഇനി എനിക്ക് പറയാനുള്ളത്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു ആക്സിഡൻറ്റ് പണ്ടൊക്കെ പോലീസുകാർ ഒരു ആക്സിഡൻറ്റ് കൊണ്ടുപോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വണ്ടിയും വില ഉണ്ടാവിച്ചിട്ട് ആൾക്കാർ എടുക്കുകയായിരുന്നില്ല. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പോലീസ് സ്റ്റേഷനെന്നോ അല്ലെങ്കിൽ സർക്കാരിന്നോ എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് സമൂഹങ്ങളോട് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ആണായാലും പെണ്ണായാലും ആരെ ആക്സിഡൻ്റായി കിടന്നാലും അവശയായി കിടന്നാലും അവരൊന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു മര്യാദ, ഒരു മാനുഷിക പരിഗണന ഞങ്ങൾക്ക് എല്ലാവരോടും അതേ പറയാനുള്ളൂ. ഒരു മാനുഷിക പരിഗണന എല്ലാവരും എടുക്കുക. അത് സ്വത്തോ മുതലോ ഒന്നും കാണണ്ട. ഞാൻ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും അതിൽ ബാധ്യതകളോ പൈസയോ പ്രശ്നമോ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ 24/7 എന്നിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആൾക്കാർക്ക് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ദേവികേച്ചി. ചേച്ചി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ചേച്ചി നമ്മളോടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സാമൂഹിക കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണെന്നാണ് ചേച്ചിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. റിയൽ 1 ന്യൂസ്.